നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങളത് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും. മർക്കോസിൻ്റെ സുവിശേഷം 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയോ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. കാര്യം എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്നൊരു വചനമാണ്. പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ വീഴും, നമ്മൾ ചുമ്മാ വീഴത്തില്ലെന്ന് പറയും. പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് അറിയുക, മലയെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത തടസ്സങ്ങളാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും, ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും. ഇതിന് എന്താണ് മലയെന്ന് പറയണത്? അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഈ തടസ്സം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഹൃദയത്തെ ശങ്കിക്കാതെ. അപ്പോൾ അവിടെയാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മൾ ഓർക്കും ശങ്ക എങ്ങനെയായാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ. പിന്നെ എങ്ങനെ ശങ്കിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ശങ്ക ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ? ഹൃദയത്തെ ശങ്കിക്കാതെ എന്നല്ല പറയണത്. അപ്പം ഹൃദയമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ വിശ്വസിക്കണത് എന്താണ്? ഹൃദയത്തിലല്ലേ വിശ്വസിക്കണത്. യേശു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റു പറയും. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണം മനുഷ്യൻ, അല്ലേ? 10:9 റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തെ ശങ്കിക്കാതെ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ്? എതിർ ശക്തി എന്താണ്? സംശയമാണ്. അപ്പോൾ വിശ്വാസത്തിന് എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യൻ്റെ സംശയമാണ്. ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത്? അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത്. മനസ്സിലായില്ലേ? 1 Corinthians 13:7. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അതാണ് സംഭവം. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം